അന്റാർട്ടിക്ക ലോകത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ തണുത്ത് മരവിച്ച മരുഭൂമി. വലിപ്പം കൂടിയ അഞ്ചാമത്തെ വലിയ ഭൂഖണ്ഡം. ഭൂമിയിലെ 70% കൂടുതൽ ശുദ്ധജലം അടങ്ങിയിരിക്കുന്ന, കണ്ടെത്തിയ കാലം മുതലേ ധാരാളം ദുരൂഹതകളും അസ്വാഭാവികതകളും നിറഞ്ഞു നിൽക്കുന്ന വെള്ള പുതച്ച വിചിത്ര ലോകം. പരിപൂർണമായും മഞ്ഞാൽ മൂടപ്പെട്ട് കിടക്കുന്ന ഈ അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികൾ വലിയ തോതിൽ ഉരുകി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അന്റാർട്ടിക്ക മുഴുവനും പച്ചപ്പ് മൂടാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് ഭൂമിയെ ഇന്നത്തെ അവസ്ഥയിൽ പിടിച്ചു നിർത്തുവാൻ സഹായിക്കുന്ന ആ വലിയ മഞ്ഞുപാളികളെല്ലാം ഉരുകി അപ്രത്യക്ഷമാവുകയാണ്. എന്തായിരിക്കും ഇതിനെല്ലാം കാരണം? വെള്ള പുതച്ചു കിടക്കുന്ന അന്റാർട്ടിക്ക പച്ചപ്പ് നിറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇതെല്ലാം നമ്മൾ കാണാൻ പോവുകയാണ്. ഭൂമിയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വലിപ്പം കൂടിയ അഞ്ചാമത്തെ ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. ഭൂമിയുടെ ദക്ഷിണ ധ്രുവം ഈ ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 98% കൂടുതൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ വലിയ വൻകര യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നീ 2 വൻകരകളെക്കാളും വലുതാണ്. സ്വാഭാവികമായി മനുഷ്യവാസമില്ലാത്ത ഏക ഭൂഖണ്ഡം അന്റാർട്ടിക്കയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി 15 ദശലക്ഷം കിലോമീറ്ററോളം വിസ്തൃതിയിൽ തണുത്ത് മരവിച്ച് കിടക്കുന്ന ഈ അന്റാർട്ടിക്കയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ ഭൂമിയുടെ തെക്കേ അറ്റത്ത് ഒരു ഭൂഖണ്ഡമുണ്ട് എന്ന് പരക്കെ വിശ്വസിച്ചിരുന്നു. എങ്കിലും സൗരയൂഥത്തിലെ അവസാനത്തെ ഗ്രഹമായ നെപ്റ്റ്യൂണിനെയും കണ്ടെത്തി ഈ കഴിഞ്ഞ നാളിൽ 1820 റഷ്യൻ നാവികസേനയിലെ കപ്പിത്താനായിരുന്ന ഫാബിയൻ എന്ന വ്യക്തിയാണ് മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ പ്രദേശത്തെ ആദ്യമായി കണ്ടെത്തിയത്. തണുത്ത് മരവിച്ച ഈ പ്രദേശത്തിന് ആർട്ടിക്കയുടെ എതിർവശം എന്നർത്ഥം വരുന്ന അന്റാർട്ടിക്ക എന്ന് പേരിട്ടു. ഈ പ്രദേശത്ത് നിലം കാണാൻ സാധിക്കാത്ത വിധത്തിൽ മഞ്ഞ് മൂടി കിടക്കുകയാണ് എന്ന് നമുക്കറിയാം. ഈ മഞ്ഞുപാളികൾക്ക് എത്രമാത്രം കട്ടിയുണ്ടാകും? നമുക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത അത്രത്തോളം കട്ടിയുണ്ട്. ഇവിടെ കിടക്കുന്ന ഈ മഞ്ഞുപാളികൾക്ക് ഏകദേശം 2 കിലോമീറ്റർ മുതൽ 4.25 കിലോമീറ്റർ വരെ കട്ടിയുണ്ട്. ഈ മഞ്ഞുപാളികൾക്കടിത്തട്ടിൽ കുന്നുകളും താഴ്വാരങ്ങളും നദികളും എല്ലാം ഉണ്ട്. അവയുടെ മുകളിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളമായി മൂടിക്കിടക്കുന്ന മഞ്ഞുകൂനകളാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഭൂമിയുടെ 71% ജലം നിറഞ്ഞു കിടക്കുകയാണ് എന്ന് നമുക്കറിയാം. ആ ജലത്തിൽ വെറും 3% മാത്രമേ ശുദ്ധജലമുള്ളൂ. അതിൽ 70% കൂടുതൽ ശുദ്ധജലം നിറഞ്ഞു കിടക്കുന്നത് ഈ അന്റാർട്ടിക്കയിലെ വലിയ മഞ്ഞുപാളികൾക്കുള്ളിലാണ്. ഈ വലിയ മഞ്ഞുമലകൾ ഉള്ളിലേക്ക് തുരന്ന് ധാരാളം ശുദ്ധജല സംഭരണികൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഉപരിതലത്തിൽ ഡീപ്പ് ലേക്ക് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു കായലുണ്ട്. ഈ കായലിൽ ഐസിന്റെ ഒരംശം പോലും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുകയേയില്ല. കാരണം ഇതിനകത്ത് അമിതമായി ഉപ്പുണ്ട്. അതുകൊണ്ട് എത്ര തണുത്തുറഞ്ഞാലും വെള്ളം ഐസായി മാറുകയേയില്ല. അന്റാർട്ടിക്കയിൽ 2 സീസൺ മാത്രമേ ഉള്ളൂ. സൂര്യൻ ഉദിച്ചു തന്നെ നിൽക്കുന്ന തണുത്ത വേനൽക്കാലവും സൂര്യൻ അസ്തമിച്ചു പോകുന്ന കൊടിയ തണുപ്പേറിയ ശീതകാലവും. വേനൽക്കാലം 6 മാസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു സീസണാണ്. അതായത് 6 മാസക്കാലത്തോളം അന്റാർട്ടിക്കയിൽ സൂര്യൻ ഉദിച്ചു തന്നെ നിൽക്കും. ഈ സമയത്തെ താപനില ശരാശരി -30°C. ശീതകാലവും 6 മാസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന സീസണാണ്. അതായത് അന്റാർട്ടിക്കയിൽ 6 മാസക്കാലത്തോളം സൂര്യൻ അസ്തമിച്ചു പോകുന്ന രാത്രിയാണ്. ഈ കാലഘട്ടത്തിൽ ചൊവ്വയിൽ അനുഭവപ്പെടുന്നതിനേക്കാളും കൂടുതൽ തണുപ്പായിരിക്കും അന്റാർട്ടിക്കയിൽ അനുഭവപ്പെടുക. ശരാശരി -85°C വരെ താഴും. അന്റാർട്ടിക്കയിൽ 6 മാസം പകലും 6 മാസം രാത്രിയും ആകുന്നതിനുള്ള കാരണം എന്തായിരിക്കും? ഭൂമി തന്റെ അച്ചുതണ്ടിൽ ഒരൽപ്പം ചെരിഞ്ഞാണ് സൂര്യനെ പരിക്രമണം ചെയ്യുന്നത്. ഇതുകൊണ്ട് അന്റാർട്ടിക്ക 6 മാസ കാലഘട്ടത്തോളം സൂര്യന് അഭിമുഖമായും അടുത്ത 6 മാസ കാലഘട്ടത്തോളം സൂര്യന്റെ എതിർദിശയിലുമായിരിക്കും. അതുകൊണ്ടാണ് 6 മാസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന പകലും രാത്രിയും ഉണ്ടാകുന്നത്. ഭൂമിയിൽ അതിശക്തമായി കാറ്റ് വീശുന്നത് ഈ അന്റാർട്ടിക്കയിലാണ്. കാറ്റ് വീശുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂഖണ്ഡത്തിന്റെ ആകൃതിയെ വരെ മാറ്റിമറിക്കുവാൻ ശക്തമായ അത്രത്തോളം വലിയ കാറ്റ്. 1972 അന്റാർട്ടിക്കയിൽ വീശിയടിച്ച ഒരു ഉയർന്ന കാറ്റിന്റെ വേഗത നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മണിക്കൂറിൽ 320 കിലോമീറ്റർ.
അന്റാർട്ടിക്കയിൽ ഒരു രാജ്യത്തിനും സ്വതന്ത്രമായ അവകാശമില്ല. ഇന്ത്യ ഉൾപ്പെടെ 48 രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന അന്റാർട്ടിക് ട്രീറ്റി സിസ്റ്റം എന്ന കരാറുകളുടെ ഒരു സംവിധാനമാണ് അന്റാർട്ടിക്കയെ ഭരിക്കുന്നത്. ലോകത്ത് അന്റാർട്ടിക്കയിൽ മാത്രം നടത്തുവാൻ സാധിക്കുന്ന ധാരാളം പരീക്ഷണങ്ങളുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ 27 രാജ്യങ്ങളിൽ നിന്നുമുള്ള ശാസ്ത്രജ്ഞന്മാർ അന്റാർട്ടിക്കയിൽ എത്താറുണ്ട്. വേനൽക്കാലത്ത് 4000-ഓളം ശാസ്ത്രജ്ഞന്മാരും ശീതകാലത്ത് 1000-ഓളം ശാസ്ത്രജ്ഞന്മാരും. ശാസ്ത്രീയ പഠനങ്ങൾ നടത്തുന്നതിനും വിനോദസഞ്ചാരത്തിനും വേണ്ടി മാത്രമേ ഈ പ്രദേശത്തേക്ക് പ്രവേശനമുള്ളൂ. മനുഷ്യന്റെ മറ്റ് സകല കടന്നു കയ്യേറ്റങ്ങളും ഇവിടെ അതികർശനമായി നിരോധിച്ചിരിക്കുകയാണ്. അന്റാർട്ടിക്കയുടെ തീരപ്രദേശങ്ങളിൽ ധാരാളം ജീവജാലങ്ങളുണ്ട്. അവയിൽ ഏറ്റവും കൂടുതലായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പെൺകുഞ്ഞുങ്ങളെ തന്നെയാണ്. 120 കോടി പെൺകുഞ്ഞുങ്ങളാണ് ഈ തീരപ്രദേശങ്ങളിൽ ജീവിക്കുന്നത്. അവയെ വേട്ടയാടി ജീവിക്കുന്ന സീലുകൾ, ആൽബട്രോസ് വിഭാഗത്തിൽപ്പെടുന്ന പക്ഷികൾ, കരയിൽ പായലുകൾ, വിരകൾ, ബാക്ടീരിയകൾ, അങ്ങനെ എല്ലാമുണ്ട്. കടലിലും വൈവിധ്യമാർന്ന തരത്തിൽ ജീവജാലങ്ങളുണ്ട്. ഓർക്ക എന്ന ഡോൾഫിനുകൾ, വിവിധ തരം തിമിംഗലങ്ങൾ, മീനുകൾ, കൊഞ്ചുകൾ, അങ്ങനെ ധാരാളം. ഇന്ന് മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ അന്റാർട്ടിക്ക ഒരു കാലത്ത് സമൃദ്ധമായ ധാരാളം വനങ്ങൾ നിറഞ്ഞ പ്രദേശമായിരുന്നു. ദിനോസറുകൾ അടക്കം പല ജീവജാലങ്ങളുടെയും വലിയ ആവാസ കേന്ദ്രമായിരുന്നു ഇത്. അന്റാർട്ടിക്ക 17 കോടി വർഷങ്ങൾക്ക് മുമ്പ് മഹാവൻകരയായിരുന്ന ഗോണ്ട്വാനയുടെ ഭാഗമായിരുന്നു. ഗോണ്ട്വാന വേർതിരിഞ്ഞ് വിവിധ ഭൂഖണ്ഡങ്ങളായി മാറിയ കൂട്ടത്തിൽ അന്റാർട്ടിക്കയും അതിൽ നിന്ന് വേർപെട്ടു. ഏകദേശം 2.5 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് അന്റാർട്ടിക്ക ഇന്നിരിക്കുന്ന ഈ സ്ഥാനത്ത് എത്തിച്ചേർന്നത്. ഭൂമിയിലെ ഏറ്റവും വലിപ്പം കൂടിയ 5ാമത്തെ വലിയ ഭൂഖണ്ഡമായ അന്റാർട്ടിക്കയെക്കുറിച്ച് ഇപ്പോൾ നമുക്കൊരു ധാരണ ലഭിച്ചു. എന്നാൽ ഈ വെളുത്ത വൻകര ഇന്ന് ഉരുകി തീരുകയാണ്. അന്റാർട്ടിക്കയിലെ 40% അധികം ഭീമൻ മഞ്ഞുതിട്ടകൾ അഥവാ ഐസ് ഷെൽഫുകൾ 1997 ശേഷം ഗണ്യമായി ചുരുങ്ങിയതായി യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സിലെ ഗവേഷകർ കണ്ടെത്തി. 1997 ശേഷം 7.5 ട്രില്യൺ ടൺ മഞ്ഞാണ് അന്റാർട്ടിക്കയ്ക്ക് നഷ്ടമായത്. കഴിഞ്ഞ 45 വർഷത്തിനിടയിൽ അന്റാർട്ടിക്കയിൽ സംഭവിച്ച മഞ്ഞുരുകലിന്റെ വേഗതയിലുണ്ടായ വർധനവ് നമ്മെ ഞെട്ടിക്കുന്നതാണ്. 1979 2024 ഇടയിൽ മഞ്ഞുരുകലിന്റെ വേഗത 6 ഇരട്ടിയിലും അധികം വർദ്ധിച്ചു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അന്റാർട്ടിക്കയിൽ അനേകം ഐസ് ഷെൽഫുകളുണ്ട്, അതായത് വലിയ മഞ്ഞുപാളികൾ. കടലിൽ അലിഞ്ഞു പോകാതെ കരയോട് ചേർന്ന് കിടക്കുന്ന വലിയ ഐസ് പാളികളെയാണ് ഐസ് ഷെൽഫുകൾ എന്ന് പറയുന്നത്. അന്റാർട്ടിക്കയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ ഐസ് ഷെൽഫാണ് റോസ് ഐസ് ഷെൽഫ്. ഏകദേശം 5 ലക്ഷം സ്ക്വയർ കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഭീമൻ ഐസ് ഷെൽഫാണ് റോസ് ഐസ് ഷെൽഫ്. രണ്ടാമത്തെ ഏറ്റവും വലിപ്പം കൂടിയ ഐസ് ഷെൽഫാണ് 4,22,000 സ്ക്വയർ കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഫിൽഷ്നർ റോഡ്. 2021 ഈ ഐസ് ഷെൽഫിന്റെ വലിയൊരു ഭാഗം അടർന്നുപോയി. ഐസ് ഷെൽഫുകളിൽ നിന്നും ഇതുപോലെ അടർന്നു പോകുന്ന മഞ്ഞുപാളികളുടെ ഭാഗത്തെ ഐസ് ബെർഗ് എന്നാണ് പറയുന്നത്. 2021 ഫിൽഷ്നർ റോഡിൽ നിന്നും ഐസ് ഷെൽഫ് അടർന്നു മാറിയ ഭാഗം 4,320 സ്ക്വയർ കിലോമീറ്ററോളം വിസ്തൃതിയുള്ളതാണ്. A76 എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഐസ്ബർഗ് ആണ് ലോകത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ ഐസ്ബർഗ്. അന്റാർട്ടിക്കയിലെ മറ്റൊരു വലിയ ഐസ് ഷെൽഫാണ് ബ്രോൺ ഐസ് ഷെൽഫ്. ഈ ഐസ് ഷെൽഫിൽ നിന്നും ഇതുപോലെ തന്നെ 1270 സ്ക്വയർ കിലോമീറ്ററോളം വലിപ്പമുള്ള മറ്റൊരു വലിയ ഐസ്ബർഗ് അടർന്നുപോയി. ലോകത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ 5ാമത്തെ ഐസ്ബർഗാണിത്. ഐസ് ഷെൽഫിൽ നിന്നും അടർന്നു പോകുന്ന ഈ ഐസ്ബർഗുകൾ കാലക്രമേണ വെള്ളത്തിൽ ലയിച്ച് ഇല്ലാതെയായി പോകും. ഇതുപോലെ ഐസ് ഷെൽഫുകളിൽ നിന്നും വലിയ ഭാഗങ്ങൾ അടർന്നു മാറാൻ തുടങ്ങിയത് ഈ കഴിഞ്ഞ നാളുകൾ മുതലാണ്. 1992 മുതൽ ഓരോ വർഷവും 6.5 കോടി ടൺ ഐസാണ് അടർന്നു വീണ് വെള്ളത്തിൽ ലയിച്ചില്ലാതായി പോയത്. കാലങ്ങൾ കഴിയുന്തോറും അന്റാർട്ടിക്കയിലെ ഐസ് ഷെൽഫുകൾ ഓരോന്നായി ഉരുകി വെള്ളത്തിലേക്ക് ലയിച്ചു ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ഇന്ന് കടലിന് മുകളിൽ അലിഞ്ഞു പോകാതെ നിലനിൽക്കുന്ന വലിയ മഞ്ഞുപാളികളെല്ലാം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. കടലിന് മുകളിൽ മാത്രമല്ല മഞ്ഞുപാളികളുള്ളത്, കരയുടെ മുകളിലും വലിയ മഞ്ഞുപാളികളുണ്ട്. കരയ്ക്ക് മുകളിൽ കിടക്കുന്ന ഈ വലിയ മഞ്ഞുപാളികളെ ഐസ് ഷീറ്റുകൾ എന്നാണ് പറയുന്നത്.
ഈ വലിയ ഐസിന്റെ ഷീറ്റുകളും ഉരുകി ജലത്തോട് ചേർന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് നമ്മെ നടുക്കുന്നത്. അന്റാർട്ടിക്കയിലെ 90% ഐസ് പാളികളും ഉൾക്കൊള്ളുന്നത് ഈസ്റ്റ് അന്റാർട്ടിക് ഐസ് ഷീറ്റിലാണ്. ഇപ്പോൾ വേഗതയിൽ ഉരുകി തീർന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ഐസ് ഷെൽഫായ റോസ് ഐസ് ഷെൽഫ് സ്ഥിതി ചെയ്യുന്ന ദക്ഷിണ ദിക്കിലുള്ള ഭാഗമാണ്. ഈ ഒരു പ്രദേശം മുഴുവൻ ഉരുകിക്കഴിഞ്ഞാൽ ഭൂമിയിലെ സമുദ്രജലത്തിന്റെ നിരപ്പ് 5 മീറ്ററിൽ കൂടുതൽ ഉയരും. 90% ഐസ് പാളികളും ഉൾക്കൊള്ളുന്ന ഈസ്റ്റ് അന്റാർട്ടിക് ഐസ് ഷീറ്റ് മുഴുവൻ ഉരുകിക്കഴിഞ്ഞാൽ ഭൂമിയിലെ സമുദ്രനിരപ്പ് ഏകദേശം 175 അടിയോളം ഉയരും, അതായത് 54 മീറ്ററുകൾ. ഇങ്ങനെയൊരു സാഹചര്യം വന്നു കഴിയുമ്പോഴേക്കും ഭൂമിയിലെ കരഭാഗത്തിൽ നല്ലൊരു ശതമാനവും അപ്രത്യക്ഷമാകും. അന്റാർട്ടിക്കയിൽ ഇന്ന് മഞ്ഞുരുകുന്ന അതേ തോത് തന്നെ തുടർന്നുകൊണ്ടിരുന്നാൽ അടുത്ത 75 വർഷത്തിനുള്ളിൽ സമുദ്രനിരപ്പ് ഏകദേശം 1.5 മീറ്ററിൽ കൂടുതൽ ഉയരും എന്നാണ് ഇന്റർ ഗവൺമെന്റ് പാനൽ ഫോർ ക്ലൈമറ്റിക് ചേഞ്ച് അഥവാ IPCC എന്ന ഇന്റർനാഷണൽ സംഘടന പറയുന്നത്. ഭൂമിയിലെ ജലത്തിലും മഞ്ഞുപാളികളിലും സംഭവിക്കുന്ന പ്രധാന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഭൂമിക്ക് ചുറ്റിലുമായി പറന്നുകൊണ്ടിരിക്കുന്ന ബഹിരാകാശ പേടകങ്ങളായ ഗ്രാവിറ്റി റിക്കവറി ആൻഡ് ക്ലൈമാറ്റിക് എക്സ്പെരിമെന്റ് എന്ന ഗ്രേസ് വഴി അന്റാർട്ടിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചു. ഈ പേടകങ്ങളിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അത്ര ശുഭകരമായിരുന്നില്ല. IPCCയുടെ റിപ്പോർട്ട് പ്രകാരം മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് പോളാർ മേഖലകളിൽ കഴിഞ്ഞ 50 വർഷക്കാലത്തോളമായി ഏകദേശം 3 ഡിഗ്രി സെൽഷ്യസിലും കൂടുതൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ ധാരാളം മഞ്ഞുപാളികൾ പൊട്ടിമാറി വെള്ളത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ. 2017 ലാർസൻ ഐസ് ഷെൽഫ് അടർന്നു മാറി കടലിൽ വീഴുന്ന കാഴ്ച കണ്ടു. ഈ ഒരു കാലഘട്ടത്തിൽ കണ്ട മറ്റൊരു വിചിത്രമായ പ്രതിഭാസമുണ്ട്. മഞ്ഞുരുകുന്ന കരഭാഗങ്ങളിൽ പച്ചപ്പ് മൂടി തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ പച്ചപ്പ് നിറയുന്നതിൻ്റെ ധാരാളം ദൃശ്യങ്ങൾ ഇതിനോടകം നമ്മൾ കണ്ടു കഴിഞ്ഞു. മൾട്ടി സെല്ലുലാർ ആയതും ഫോട്ടോസിന്തറ്റിക് കോശങ്ങളാൽ നിർമ്മിച്ച ലഘുലേഖയുള്ളതുമായ ലളിതമായ സസ്യം മോസ്, ആൽഗകൾ, ലൈക്കണുകൾ എന്നിവയാണ് ഈ പ്രദേശത്ത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ബ്രിട്ടീഷ് അന്റാർട്ടിക് സർവേ ഇൻസ്റ്റിറ്റ്യൂട്ടും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും നടത്തിയ പഠനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. നാളുകളോളമായി നടത്തിയ നിരീക്ഷണങ്ങളിൽ നിന്നും നിലവിലുള്ള ഈ പ്രദേശങ്ങളിൽ നിന്ന് 1679 ടൈപ്പ് ആൽഗെ ബ്ലൂമുകളാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. കാലങ്ങൾ കഴിയുന്തോറും പച്ചപ്പ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ തോത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അന്റാർട്ടിക്കയിൽ ഇന്നുള്ള ഈ വെള്ളനിറം മാറി അന്റാർട്ടിക്ക മുഴുവൻ പച്ചനിറമായി കൊണ്ടിരിക്കുകയാണ്. അന്റാർട്ടിക്കയിലുള്ള വലിയ മഞ്ഞുപാളികൾ ഇതുപോലെ ഉരുകിത്തീരുന്നതിനുള്ള കാരണം എന്തായിരിക്കും? അങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിനുള്ള പ്രധാന കാരണം നമ്മൾ തന്നെയാണ്. ഇതുപോലെ പല മാറ്റങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിനുള്ള കാരണം കാലാവസ്ഥയിൽ വന്ന വലിയ വ്യതിയാനമാണ്. കാലാവസ്ഥയിൽ ഇതുപോലെ മാറ്റം സംഭവിച്ചത് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയതുകൊണ്ടാണ്. നമ്മുടെ അനുദിന പ്രവൃത്തികൾ കൊണ്ട് അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഓരോ വർഷവും 0.17% കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് സത്യം. നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ, വ്യവസായവൽക്കരണം, കൂടാതെ വനനശീകരണം ഇവയെല്ലാമാണ് ഇതിനുള്ള കാരണം. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്ന സസ്യജാലങ്ങളെയെല്ലാം നമ്മൾ നശിപ്പിച്ചത് മൂലം വർദ്ധിച്ചു വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കുവാൻ സാധിക്കുന്നില്ല. ഭൂമിയുടെ അന്തരീക്ഷത്തിലുള്ള ഘടകങ്ങളിൽ പ്രധാനമായും കാർബൺ ഡൈ ഓക്സൈഡ് സൗരതാപത്തെ ആഗിരണം ചെയ്യുകയും ഭൂമിയുടെ താപനില ഉയർത്തുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ഹരിതഗ്രഹ പ്രഭാവം അഥവാ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഭൂമി തണുത്തു പോകാതെ ജീവന്റെ നിലനിൽപ്പിന് അനുയോജ്യമായ താപനില നിലനിർത്തുവാൻ ഗ്രീൻ ഹൗസ് ഇഫക്റ്റാണ് നമ്മെ സഹായിക്കുന്നത്. എന്നാൽ ഇന്ന് മനുഷ്യന്റെ തെറ്റായ പല പ്രവൃത്തികൾ മൂലം അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അനിയന്ത്രിതമായി കൂടി വരികയാണ്. അതിന്റെ ഫലമായി ഭൂമിയിലെ താപനില വലിയ തോതിൽ വർദ്ധിക്കും. ഇത് സാധാരണഗതിയിലുള്ള കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. കഴിഞ്ഞ ഏതാനും കാലഘട്ടങ്ങൾക്കുള്ളിൽ തന്നെ അന്റാർട്ടിക്കയിലെ താപനില ശരാശരി 3 ഡിഗ്രി സെൽഷ്യസിലും കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇതെല്ലാം അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികളെ ഉരുക്കിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്റാർട്ടിക്കയെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.